കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്നും നിരാശ മാത്രമെന്ന് സീനിയർ പ്രവർത്തകർ പറയുന്നു. സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർ അനേക വർഷങ്ങളായി എന്നും നിരാശ മാത്രമായി കഴിയേണ്ട അവസ്ഥയാണെന്ന് സീനിയർ കോൺഗ്രസ് പ്രവർത്തകർ വിശദീകരിക്കുന്നു. UDFന് ഭരണമുണ്ടാകുന്ന കാലങ്ങളിൽ എല്ലാ അണികൾക്ക് നിരാശ മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. എല്ലാ ഭരണത്തിലും നേട്ടമുണ്ടാക്കി വന്നത് ചില ഘടകകക്ഷികൾ മാത്രമായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ UDF ഭരണം വിലയിരുത്തിയാൽ മനസ്സിലാകുമെന്ന് മുതിർന്ന പ്രവർത്തകർ അക്കമിട്ട് നിരത്തുന്നു. അതേസമയം LDFന് ഭരണം ലഭിക്കുമ്പോഴെല്ലാം നേട്ടമുണ്ടാക്കി വരുന്നത് CPM നേതാക്കളും പ്രവർത്തകരുമാണ്. അണികൾക്ക് സംരക്ഷണവും എല്ലാ സഹായങ്ങളും അവർ നൽകി വരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ കൊടികുത്തിയും പോസ്റ്റ് ഒട്ടിയും കാലം കഴിക്കണം. എന്തെങ്കിലും അവർക്ക് സംഭവിച്ചാൽ പാർട്ടി നേതാക്കളും കൈവിടുകയും നമ്മൾ ഒന്നിലും അനാവശ്യമായി ഇടപെടാൻ പാടില്ലെന്ന ഒരു ഉപദേശവും നൽകുമെന്നും അനുഭവസ്ഥരായ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. നേതാക്കളെ പടച്ചുവിടാനും നേതാക്കൾക്ക് വേണ്ടിയുമാണ് ജനങ്ങളും പാർട്ടിക്കാരും UDF അനുഭാവികളും പ്രവർത്തിക്കേണ്ടത് എന്നതിന് കഴിഞ്ഞ കാലങ്ങൾ തെളിയിച്ചതുമാണ്. ഇപ്പോഴും അതുതന്നെയാണ് നടക്കുന്നതെന്നും അവർ പറയുന്നു. ചില ഉന്നത നേതാക്കൾ കോൺഗ്രസിൽ പ്രവർത്തിച്ച കാലം അത്രയും അണികൾക്കായി ഒരു സേവനവും ചെയ്തിട്ടില്ലെന്ന് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി പറയുന്നു. AK ആന്റണി, ശങ്കരനാരായണൻ, ഇപ്പോഴത്തെ MP ശശി തരൂർ അടക്കം അണികൾക്ക് വേണ്ടി ഒരു സഹായവും ഇതുവരെയും ചെയ്തിട്ടില്ല. ആപത്ത് ഘട്ടങ്ങളിൽ ശുപാർശയ്ക്കായി ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോലും ഫോൺ ചെയ്തിട്ടില്ലെന്നും അവർ സങ്കടത്തോടെ പറയുന്നു. ഇവരിൽ ചിലരെ വൈറ്റ് കോളേഴ്സ് നേതാക്കളെന്നും വിശേഷിപ്പിക്കുന്നു. താഴെ തട്ടിലുള്ള ആത്മാർത്ഥമായ പ്രവർത്തകരുമായി ബന്ധപ്പെടാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ലെന്നും അണികൾ പരാതിപ്പെടുന്നു. കേന്ദ്രത്തിൽ നമ്പർ 2 ആയിരുന്ന കേരളത്തിലെ ഒരു ഉന്നത നേതാവിനോട് ഒരു പ്രവർത്തകൻ സ്വന്തം മകൾക്ക് വേണ്ടി കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷന് വേണ്ടി പോയപ്പോൾ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് കേന്ദ്രമന്ത്രിയായ നേതാവ് അഡ്മിഷന് വേണ്ടി പോയ വ്യക്തിയോട് KR നാരായണനും അബ്ദുൽ കലാമുമെല്ലാം സാധാരണ സ്കൂളുകളിലാണ്, സർക്കാർ സ്കൂളുകളിലാണ് പഠിച്ചത് എന്ന് പറഞ്ഞ് ഞാൻ ഇതിലൊന്നും ഇടപെടാറില്ല എന്ന ഉപദേശവും നൽകി ഒഴിവാക്കിയ സംഭവങ്ങളും പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങൾ UDFനെ തിരഞ്ഞെടുക്കുന്നത് അധികാരത്തിലെത്തിക്കുന്നതും നേതാക്കളെ കണ്ടിട്ടോ KPCC പ്രസിഡന്റിന്റെ കഴിവോ അല്ല, കോൺഗ്രസിനോടുള്ള സ്നേഹാദരവും കൊണ്ട് മാത്രമാണെന്നാണ് യഥാർത്ഥ സത്യം. UDFനെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരും ജനങ്ങളും സംസ്ഥാനത്ത് എക്കാലത്തും ഉണ്ടെന്നും പ്രവർത്തകർ ഓർമ്മിപ്പിക്കുന്നു. പ്രായപരിധി പിണറായിക്ക് വീണ്ടും ഇളവ് ലഭിക്കാൻ സാധ്യത. CPMൽ പ്രായപരിധി കർശനമാക്കും. അടിമുടി നേതൃത്വ മാറ്റം. പിണറായിക്ക് ഇളവിന് സാധ്യതയെന്ന് പറയുന്നു. CPM സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി നേതൃത്വം അടിമുടി മാറ്റം. പ്രായപരിധി സംസ്ഥാന സമ്മേളനത്തിൽ കർശനമായി നടപ്പാക്കുമെന്ന് സൂചന. 75 വയസ്സ് കഴിഞ്ഞവരെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന സമിതിയിൽ നിന്നും നീക്കും. ഇതിനൊപ്പം 74 വയസ്സ് പിന്നിട്ടവരെയും മാറ്റും. അടിമുടി മാറ്റി യുവജന നേതൃത്വത്തെ CPMന് നൽകുകയാണ് ലക്ഷ്യമെന്ന് അറിയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രായപരിധി ഇളവ് ചെയ്യുന്ന നിർദ്ദേശം പാർട്ടി കോൺഗ്രസിൽ വയ്ക്കാനുള്ള തീരുമാനം ഉണ്ടാകും. CPMന്റെ ഏക മുഖ്യമന്ത്രിയായ പിണറായിയുടെ നേതൃത്വം കേരളത്തിലെ പാർട്ടിക്ക് അനിവാര്യമാണെന്ന നിലപാടും സംസ്ഥാന സമ്മേളനം മുന്നോട്ട് വയ്ക്കും. പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചില്ലെങ്കിൽ മൂന്നാമതും ഭരണം കിട്ടാനുള്ള സാധ്യതയില്ലാതാകും എന്ന വിലയിരുത്തൽ ചർച്ചയായി മാറും. വികസന കാഴ്ചപ്പാടായിരിക്കും മുന്നോട്ട് വയ്ക്കുക. 6 മുതൽ 9 തീയതി വരെയാണ് കൊല്ലത്ത് സമ്മേളനം നടക്കുന്നത്. ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുന്നതിൽ ഹൈക്കോടതി നിർദ്ദേശം പാലിക്കും. ശുചിത്വ ബോധവൽക്കരണവുമായി പ്രവർത്തകർ എല്ലാ വീടുകളും സന്ദർശിക്കും. പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഓരോ വീട്ടിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ജില്ലാ സമ്മേളനങ്ങൾ സമാപിച്ചപ്പോൾ 8 നിലവിലുള്ള സെക്രട്ടറിമാർ തുടർന്നു. 6 ജില്ലകളിൽ പുതിയ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തു. 38,426 ബ്രാഞ്ച് സമ്മേളനങ്ങളും 2,444 ലോക്കൽ സമ്മേളനങ്ങളും
210 ഏരിയ സമ്മേളനവും 14 ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാക്കി. പിണറായി വിജയന്റെ 3ാം ഊഴത്തിന് പ്രകാശ് കാരാട്ട് അടക്കം കേന്ദ്ര നേതൃത്വം അനുകൂലമാണ്. പക്ഷേ പാർട്ടിയുടെ ഈ തീരുമാനങ്ങൾ എത്ര കണ്ട് വിജയിക്കുമോ എന്ന് കരുതാനാവില്ലെന്ന് ചില നേതാക്കന്മാർ സൂചന നൽകുന്നു. വിനാശകാലേ വിപരീത ബുദ്ധിയെന്നും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. സമസ്തയിൽ താൽക്കാലിക സമവായം. ലീഗ് അനുകൂല വിരുദ്ധ വിഭാഗങ്ങളിലെ പ്രശ്നത്തിന് പരിഹാരം. നേതാക്കൾ ഉന്നയിച്ച വിഷയങ്ങൾ കേട്ടു അടുത്ത ദിവസങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്നും അതുവരെ പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും ജിഫ്രി തങ്ങൾ. സമസ്തയിലെ ലീഗ് അനുകൂല വിരുദ്ധ വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ താൽക്കാലികമായി സമവായം ഉണ്ടാകും. തർക്ക വിഷയങ്ങൾ പരിഹരിക്കുമെന്ന് സമസ്ത നേതൃത്വം ഇരു വിഭാഗങ്ങളോടും അറിയിച്ചു. സമസ്ത മുശാവറയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കണമെന്ന് ലീഗ് അനുകൂല വിഭാഗം ഉന്നയിച്ചു. CICയിലെ സമസ്ത തീരുമാനം എല്ലാവരും അംഗീകരിക്കണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ലീഗ് വിരുദ്ധ വിഭാഗം ഉന്നയിച്ചു. അടുത്ത ദിവസങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്നും സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. അതുവരെ നേതാക്കൾ പരസ്യ പ്രസ്താവനകൾ നടത്തരുതെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. ഇന്ന് കോഴിക്കോട് നടന്ന അനുരഞ്ജന ചർച്ചയിലാണ് തീരുമാനം. പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് സാദിഖലി ശിഹാബ് തങ്ങളും പ്രതികരിച്ചു. ലഹരി ഉപയോഗം സംസ്ഥാനത്തിന് തന്നെ ഭീഷണി. തടയാൻ നിയമ ഭേദഗതിക്ക് കേന്ദ്രം തയ്യാറാകണമെന്ന് മന്ത്രി MP രാജേഷ്. ലഹരി ഉപയോഗം തടയാൻ നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ്. ലഹരി കേസിൽ ഏറ്റവും കൂടുതൽ നടപടികൾ എടുത്തത് കേരളമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ ശൂന്യതയും ലഹരി ഉപയോഗത്തിന് കാരണമാകുന്നു. ഒരു കാലത്ത് രാഷ്ട്രീയ അതിപ്രസരമാണെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം രാഷ്ട്രീയത്തിൻ്റെയും ശൂന്യതയാണെന്ന് ചെറുപ്പക്കാർക്കിടയിൽ പെരുകുന്നതായി മന്ത്രി സൂചിപ്പിച്ചു. ദിനം പ്രതി കേരളത്തിലെ അവസ്ഥ കണ്ട് ജനങ്ങൾ ഞെട്ടുകയാണ്. മദ്യവും ലഹരിയും സംസ്ഥാനത്തിൽ തന്നെ വൻ ഭീഷണിയായി മാറുന്നതായി വ്യാപക പരാതികളാണ് ഉയരുന്നത്. ഈ സാഹചര്യത്തിലാണ് എക്സൈസ് മന്ത്രിയുടെ ഈ പ്രസ്താവന.